ഹലോ മൈ ഡിയർ ബ്യൂട്ടിഫുൾ ലേഡീസ്, വെൽക്കം ടു ബിന്നീസ്. ഇന്ന് അൺസ്റ്റിച്ചഡ് ആണ്. ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നതാണ്. ഓഫ് വൈറ്റ് ആണ് മെറ്റീരിയൽ കേട്ടോ വന്നിരിക്കുന്നത്. അതായത് സിൽക്കി കോട്ടയാണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത്. അതുപോലെ അത് എന്താ പറയാ, അതിന് സാൻഡൂൺ ബോട്ടമാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇനി വൈറ്റ് ഇഷ്ടമല്ലാത്തവർക്ക് വേണമെങ്കിൽ ഒരു ലൈറ്റ് ലാവൻഡറും കൂടെ ആ ഷെയ്ഡിൽ വന്നിട്ടുണ്ട് സിൽക്കി കോട്ടയിൽ. ഓരോന്നായിട്ട് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം. വീഡിയോസ് ഒക്കെ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ ഗീവ് അവേ വിന്നറിന്റെ കാര്യം മറക്കണ്ട. സ്റ്റാറ്റസ് ഇടുക, സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യുക. 19-ാം തീയതി രണ്ടുപേരെ സെലക്ട് ചെയ്യുന്നതായിരിക്കും. അവർക്ക് കുർത്തിയായിരിക്കും ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. അപ്പൊ മുന്നോട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇത് വൈറ്റ് ആണ് കേട്ടോ, ഓഫ് വൈറ്റ് അല്ല. അത്യാവശ്യം നല്ല ഒരു പ്യൂർ വൈറ്റ്, പ്യൂർ വൈറ്റിനും ഓഫ് വൈറ്റിനും ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ഷെയ്ഡായിട്ടാണ് വരുന്നത്. നല്ല എംബ്രോയിഡറി വർക്കാണ് തന്നിരിക്കുന്നത്. സിൽക്കി കോട്ടയാണ് മെറ്റീരിയൽ. അതായത് സൂപ്പർ നെറ്റ് കോട്ടയുടെ ഒക്കെ ഒരു വേറൊരു എന്താ പറയാ, വേറൊരു കാറ്റഗറി. അപ്പൊ നല്ല എന്താ പറയുക, കട്ടിയുള്ള ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യാം. ക്രേപ്പിന്റെ ലൈനിങ് ആയാലും കുഴപ്പമില്ല. ഇതുപോലെ ഫ്രണ്ടിൽ ഇതുപോലെ എംബ്രോയിഡറി വർക്കാണ് വരുന്നത്. ഇതൊരു നെറ്റഡ് ഫാബ്രിക് ആണ് കേട്ടോ, നോക്കിക്കോ. പക്ഷെ ഇത് കുറേ നാൾ നിൽക്കും. എത്ര വാഷ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ ഇതിന് വൈറ്റ് നല്ല ക്വാളിറ്റിയുള്ള ഒരു ബോട്ടം ഇൻസൈഡ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഷോള് നല്ല ലെങ്ത് വിട്ടൊക്കെ ഉണ്ട് കേട്ടോ. രണ്ട് സൈഡിലും സ്കാലപ്പ് വർക്ക് തന്നിരിക്കുന്ന ഷോളാണ്. ഇതിൽ നിറച്ച് കുഞ്ഞു കുഞ്ഞു എംബ്രോയിഡറികൾ നിറച്ച് തന്നിട്ടുണ്ട്. നമുക്ക് ഒരു എന്താ പറയുക, ക്രിസ്മസിനൊക്കെ സുഖമായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മെറ്റീരിയലാണ് കേട്ടോ. ഇതാണ് ഇതിന്റെ റിവ്യൂ. ഇതിന്റെ 3 പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. എംബ്രോയിഡറി വർക്കിൽ മാത്രമേ വ്യത്യാസമുള്ളൂ, ബാക്കി എല്ലാം സെയിം ആണ്. നോക്കൂ, ഇതാണ് ഇതിന്റെ റിവ്യൂ. അടുത്തതിന്റെ വർക്ക് നോക്കൂ, ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. വേറൊരു പാറ്റേണിൽ വന്നിരിക്കുന്ന വർക്കാണ്. വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. സിൽക്കി കോട്ടയാണ് മെറ്റീരിയൽ. നല്ല വലിയ ഷോള്, നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ. ക്രിസ്മസിന് ശരിക്കും ആപ്റ്റായിട്ട് യൂസ് ചെയ്യാം. അത് കഴിഞ്ഞാലും യൂസ് ചെയ്യാൻ പറ്റും. അത്രയ്ക്കും സിമ്പിൾ ആണ് സംഗതി കേട്ടോ. അപ്പൊ ഇതാണ് ഇതിന്റെ റിവ്യൂ. നെക്സ്റ്റ് വൺ പാറ്റേൺ ഇതാണ്. ഈ ഒരു എംബ്രോയിഡറി വർക്ക് എല്ലാം പിന്നെ ഒരുപോലെയൊക്കെയാണ്, ചെറിയ ചെറിയ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഏതെടുത്താലും ഭംഗിയുണ്ട്. ഇതാണ് ഇതിന്റെ ഷോള്. വൈറ്റില് സ്കാലപ്പ് വർക്കും എംബ്രോയിഡറി വർക്കും തന്നിരിക്കുന്നു. 3 പാറ്റേണിലുള്ള വർക്കാണ് തന്നിരിക്കുന്നത്. ഇനി അടുത്ത ലാവൻഡർ ഷെയ്ഡ് കാണിച്ചു തരാം. അപ്പൊ ഇതാണ് ഇതിന്റെ റിവ്യൂ കേട്ടോ. അടുത്തത് ഒരു ലൈറ്റ് ഒരു ലാവൻഡർ അങ്ങനത്തെ ഒരു പേസ്റ്റൽ ഷെയ്ഡാണ്. അതിൽ കട്ട് വർക്കാണ് ഫുൾ തന്നിരിക്കുന്നത് കേട്ടോ. ഇത് കട്ട് വർക്ക് എംബ്രോയിഡറി ആണ് കണ്ടോ. കട്ട് വർക്കാണ് തന്നിരിക്കുന്നത്. ബാക്ക് സൈഡ് പ്ലെയിൻ ആണ്. സിൽക്കി കോട്ടയാണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ. ഇതാ ഇങ്ങനെയാണ് ഇതിന്റെ വർക്ക് വരുന്നത്. അതുപോലെ ഇതിന്റെ സെയിം കളറായിട്ടുള്ള ബോട്ടം ഇൻസൈഡ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ ഷോള്, അതും സിൽക്കി കോട്ടയിൽ തന്നെ എംബ്രോയിഡറി വർക്ക് തന്നിരിക്കുന്നു. 2 കളറിലെ ഒരു ലാവൻഡർ ഷെയ്ഡും ഗ്രീൻ ഷെയ്ഡുമായിട്ട് 2 ഷെയ്ഡിലുള്ള എംബ്രോയിഡറി വർക്കാണ് ഇതിൽ തന്നിരിക്കുന്നത്. അതിൽ ആ സെയിം കളറിലെ എംബ്രോയിഡറി വർക്ക് നിങ്ങൾക്ക് വിസിബിൾ ആകുന്നില്ല എന്ന് തോന്നുന്നു. ഇതിൽ 2 കളറുള്ള വർക്ക് തന്നിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ. ഇനി ക്രിസ്മസിന് നിങ്ങൾക്ക് വൈറ്റ് വേണ്ട എന്നുണ്ടെങ്കിൽ ഈ ലൈറ്റ് കളറ് സെലക്ട് ചെയ്യാം. ഇപ്പൊ ഒരു ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആണെങ്കിലും ഒക്കെ നല്ല ഭംഗിയുള്ളൊരു മെറ്റീരിയൽ. നോക്കൂ, ഇതാണ് ഇതിന്റെ റിവ്യൂ. അടുത്തതും സെയിം പാറ്റേൺ തന്നെയാണ്, സെയിം കളറുമാണ്. ആ കട്ട് വർക്കിലെ എംബ്രോയിഡറി വർക്കിന് മാത്രമേ വ്യത്യാസമുള്ളൂ. ഇതിലൊരു എന്താ പറയാ, പ്യുവർ റെഡ് എന്ന് പറയാനില്ല, ഒരു പീച്ചും കൂടെ ബ്ലെൻഡ് ആയിട്ട് വരുന്ന ഒരു റെഡാണ് കേട്ടോ. അതില് ഇങ്ങനെ വൈറ്റും ത്രെഡ് വെച്ചിട്ടുള്ള എംബ്രോയിഡറി വർക്കും, അതുപോലെ ഇത് കട്ട് വർക്കാണ് കേട്ടോ. കട്ട് വർക്കൊക്കെ ശരിക്കും കോസ്റ്റ്ലിയാണ്. സിൽക്കി കോട്ടയാണ് മെറ്റീരിയല്. നോക്കൂ, ഇതിന്റെ ഷോള് ആദ്യം നിവർത്തി കാണിച്ച അതേ ഷോള് തന്നെ. അതിൽ ഗ്രീൻ എംബ്രോയിഡറി ആയിരുന്നു, അതുകൊണ്ട് ഉള്ളിൽ ഗ്രീൻ വന്നു. ഇതില് റെഡ് ആയതുകൊണ്ട്, റെഡ് എന്ന് പറയാൻ പറ്റില്ല, അതിനോട് സിമിലർ ആയിട്ടൊരു കളറ്. അങ്ങനത്തെ എംബ്രോയിഡറി വർക്ക്, സ്കാലപ്പ് വർക്ക് തന്നിരിക്കുന്നു. ഭംഗിയുള്ളൊരു മെറ്റീരിയൽ, സിൽക്കി കോട്ടയാണ്. ഇതാണ് ഇതിന്റെ റിവ്യൂ.